നമുക്ക് അടുത്തതായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിക്കാം എന്ന് വിചാരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം നാം പഠിച്ച് ഒരുവിധം നാം പഠിക്കുകയുണ്ടായി. നാം ആ ക്ലാസ്സുകൾ കേൾക്കുകയും അതുപോലെ തന്നെ സ്വയമായി ദൈവകൃപയിലും ദൈവാത്മാവിലും ആശ്രയിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ നാം പഠിക്കുന്നതിന് മാത്രമല്ല അനുസരിക്കുന്നതിനും പഠിക്കുന്നത് വഴി ദൈവനാമ മഹത്വത്തിനായിട്ട് നാം തീരുന്നതിനും വേണ്ടി നാം പഠിക്കുമ്പോൾ ദൈവം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്നതാണ്. ദൈവവചനം നാം മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മളുടെ ആത്മാവിലേക്ക് അത് ഒരു പരിജ്ഞാനമായി വളരണമെങ്കിൽ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഈ ദൈവവചനവുമായി ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോഴാണ് നമ്മോട് വ്യക്തിപരമായിട്ട് ദൈവം തൻ്റെ വചനത്തിലൂടെ ഇടപെടുന്നത്. ജീവന്റെ വചനം നമുക്ക് ജീവനായി തീരുന്നത് അങ്ങനെ നാം ദൈവവചനത്തിന്റെ മുമ്പാകെ വിശ്വസ്തയോടെ ഇരിക്കുമ്പോഴാണ്. നാം എത്ര കേവലം വായിച്ച് പഠിച്ചാലും കേട്ട് മനസ്സിലാക്കിയാലും അത് നമുക്ക് ജീവനായി വരിക എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അത് ജീവനായിട്ട് വരുന്നത് ദൈവാത്മാവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് നാം ആ വാക്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നൽകുന്നതായിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു അടിസ്ഥാനം ഇട്ട് തരിക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവവചന പഠനത്തിലൂടെ, പഠിപ്പീരിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ലേഖനങ്ങളിലെ രാജാവ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നത് റോമാലേഖനത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ലേഖനങ്ങളിലെ രാജ്ഞി എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ലേഖനം നാം പഠിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പസ്തോലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ആരാണ് എഴുതുന്നത് എന്നുള്ളതും ആർക്കാണ് എഴുതുന്നത് എന്നുള്ളതും നമുക്കിവിടെ വായിക്കുന്നു. അവിടെ എഫെസോസിലെ സഭ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എഫെസോസിലെ ഒരു സഭയുണ്ടായിരുന്നു, അവർക്കാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ തന്നെയും അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എന്നാണ്. വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലും, പിന്നെ ക്രിസ്തുവേശുവിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ആളുകൾ. ക്രിസ്തുവേശുവിൽ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ വിശ്വസിച്ചതിന് ശേഷം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു പരിഗണന നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നെങ്കിലും വിശ്വസിച്ചു, അതിനുശേഷം വിശ്വാസത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നതായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ വിശ്വാസം ത്യജിച്ചിട്ടുള്ളതായിട്ടുള്ള പല ആളുകളും അവര് വിശ്വാസത്തിൽ തന്നെ ആണോ എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. വിശ്വാസത്തിലാണ് എന്ന് അവരവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് പലപ്പോഴും അവര് ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കുകയും ആ സഭയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു സഭ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കുകയും അതിൻ്റെ ചട്ടവട്ടങ്ങൾക്ക് വിധേയപ്പെട്ടു പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരാള് വിശ്വാസിയായി തുടരുന്നു എന്ന് അതിനർത്ഥമില്ല. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് പിന്മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നുള്ളതായിട്ടുള്ള ചില പിന്മാറ്റങ്ങളുണ്ട്. ആളുകൾ സഭായോഗങ്ങൾക്ക് പോകാതെയാകുകയും പിന്നെ അല്ലെങ്കിൽ വിശ്വാസം ത്യജിക്കുകയും വിശ്വാസത്തെ സംശയിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാം കാണുമ്പോൾ അവർ പിന്മാറ്റത്തിൽ പോയി എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയും. എന്നാൽ
അങ്ങനെയല്ല പലപ്പോഴും ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. ദൈവവചനത്തിലെ പ്രമാണങ്ങളെ മനസ്സിലാക്കിയിട്ടും അവര് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അവര് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിപ്പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പിന്മാറ്റമാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ പിന്നാലെ പോകുന്നവരും അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നവരും, എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ മാനസാന്തരപ്പെടാതെ ആ ജീവിതത്തിൽ തുടരുകയാണ് എങ്കിൽ അവര് പിന്മാറ്റക്കാരാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ പിന്മാറ്റക്കാരായിട്ട് ആളുകൾ പരിഗണിക്കാറില്ല. അവരും വിശ്വാസികളാണ് എന്നാണ് അവരെക്കുറിച്ചും മറ്റുള്ളവരും അവരെക്കുറിച്ചും അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും യഥാർത്ഥത്തിൽ പിന്മാറ്റക്കാരാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസികളായവർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, വിശ്വാസികൾ നിർബന്ധമായും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾ ആയിരിക്കണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് വചനം അവരെ കുറിച്ച് പറയുന്നത്. പതുക്കെ പതുക്കെയുള്ള പിന്മാറ്റത്തെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ വചനത്തിലെ പ്രമാണങ്ങളെ വിട്ട് മാറുകയും ഒരു ജഡിക ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ സഭാപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെയോ മറ്റുള്ളവർക്കോ അവരെ പിന്മാറ്റക്കാരാണ് എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയും നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരെ വിശുദ്ധന്മാരാണ്, ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമാണ്. അവരൊരിക്കൽ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുമാണ് എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് ഈ ഒരു ആമുഖമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഈ നിലയിൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതാണ് ഒരു ആശംസയായിട്ട് ഇവിടെ പറയുന്നത്. നമുക്ക് ദൈവത്തിന്റെ കൃപയും ദൈവം തരുന്നതായിട്ടുള്ള സമാധാനവുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അത് രണ്ടും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. ദൈവ കൃപ എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ പാപത്തിൽ നിന്നുള്ളതായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ പാപത്തെ വിജയിക്കുന്നതിനും വിശ്വാസ ജീവിതത്തിനും ഒക്കെ നമ്മെ പ്രാപ്തരാക്കുകയും അതിൽ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്നുള്ള ചില വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വർഗത്തിൽ ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കരുതി വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കും എന്നുള്ളതല്ല. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, വിശ്വാസികൾ തന്നെ ചിന്തിക്കുന്നത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയ ആശ്വാസവും നന്മയും ഒക്കെ ഉണ്ട്, അവിടെ വലിയ പ്രതിഫലമുണ്ട്, എല്ലാ ദുഃഖങ്ങളും ഒക്കെ ഇവിടുന്ന് ഉള്ള ദുഃഖങ്ങളെല്ലാം മാറി, അപ്പൊ സ്വർഗത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ള നിലയിലാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെയാണ് സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, അതായത് അത് ഭൂതകാല പ്രയോഗമാണ്, കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലം എന്നുള്ള നിലയിലാണ്. നിങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കുവാൻ പോകുന്ന എന്നല്ല, അനുഗ്രഹിക്കുവാൻ ഇരിക്കുന്ന എന്നല്ല, മറിച്ച് സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പോൾ നമുക്ക് വലിയ ആത്മീകമായിട്ടുള്ള അനുഗ്രഹത്തിന് നാം ഉടമകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാത്രങ്ങളാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെ വലിയ ആത്മീക അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയൊന്നും നമ്മളെ സാധാരണഗതിയിൽ ഭരിക്കാറില്ല. നമ്മെ ഭരിക്കുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ലൗകിക ജീവിതത്തിൽ
നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള നമ്മുടെ പരിമിതികളെ കുറിച്ചാണ്. അപ്പോൾ സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഉളവാകുന്നതായിട്ടുള്ള സന്തോഷവും സമാധാനവും പ്രത്യാശയും നന്ദിയും സ്തോത്രവും ഇതൊന്നും യഥാർത്ഥത്തിൽ നാം ഈ ലോകത്തിലെ നമ്മുടെ പരിമിതികളിലേക്ക് പോയാൽ നമ്മളിൽ നിന്ന് ഉളവാകുന്നതല്ല. സ്തോത്രം പറയുമ്പോൾ കേവലം നാം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ മക്കളാക്കിയെന്നോ ഒക്കെ പറയുന്ന ചില വാക്കുകൾ നമ്മളിൽ നിന്നുളവാകുന്നു എന്നുള്ളതിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. പ്രിയമുള്ളവരെ, നാം സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നതും അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള സമാധാനത്തിന്റെ അടിസ്ഥാനവും എന്ന് പറയുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് അപ്പോസ്തലന്മാർ പറയുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷത്തോടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുകയും അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവര് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അവരുടെ ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമോ അല്ലെങ്കിൽ കുടുംബപരമോ ആയിട്ടുള്ള അല്ലെങ്കിൽ സഭാപരമോ ആയിട്ടുള്ള പരിമിതികളാൽ നിയന്ത്രിക്കപ്പെടുകയും അതിനാൽ ഭാരപ്പെടുകയും ചെയ്യുന്ന ആളുകളായിട്ടല്ല, മറിച്ച് നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് ഒരു വലിയ നിത്യതയിലേക്കുള്ള ഒരു നോട്ടം. അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ക്രിസ്തുവേശുവിൽ മാത്രമാണ് പിതാവിന്റെ മുമ്പിലുള്ള നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ആളുകളെല്ലാവരും ക്രിസ്തുവിൽ അല്ലേ, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ നാം ചിന്തിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒരളവോളം ശരിയാണ് എന്നുള്ളതും സത്യമാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ഒരിക്കൽ വിശ്വസിച്ചതായിട്ടുള്ള വിശ്വാസം അത് മാത്രം പോരാ. ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ജീവിതങ്ങളും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവേശുവിലാണ് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ക്രിസ്തുവേശുവിലായിരിക്കുന്ന ആളുകൾ ക്രിസ്തുവേശുവിൽ അല്ലാതാകുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അത് സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ക്രിസ്തുവേശുവിലായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അല്ലാതെ ആകുവാനായിട്ടും കഴിയുന്നതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. നാം ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അപ്പോൾ അത് സഭയ്ക്ക് എഴുതുന്നതായിട്ടുള്ള ലേഖനമാണ്. സഭയ്ക്ക് ഉള്ളതായിട്ടുള്ള വിശ്വസിച്ചതായ സ്നാനപ്പെട്ടതായിട്ടുള്ള ആളുകളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോകും. എന്താണ്? ദൈവവചനത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ പോലും മനസ്സിലാക്കാതെ അതിനെ തെറ്റായിട്ട് വിശ്വസിച്ച് പോയാൽ നമ്മുടെ നീതീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് വിശ്വാസമല്ല പ്രവൃത്തികളാണ് ആധാരമെന്ന് നാം ചിന്തിച്ച് പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം കൃപയിൽ നിന്ന് വീണുപോവുകയും ക്രിസ്തുയേശുവിനോട് വേർപെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് എന്ന് ആളുകൾ പൊതുവെ പറയുന്നുണ്ട്. പൗരോഹിത്യ സഭകൾ ഒഴികെ മിക്കവാറും എല്ലാ സഭകളും രക്ഷ വിശ്വാസത്താലാണ് എന്ന് സമ്മതിക്കും. എന്നാൽ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നതും നമ്മളുടെ വിശ്വാസത്താലാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മളുടെ വിശുദ്ധീകരണം പ്രവൃത്തിയാലാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല.
പ്രവൃത്തികളാൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടോ ഒന്നും സാധിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ നാം ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നല്ല പ്രവൃത്തികൾ ഉളവാകുകയാണ് ചെയ്യുന്നത്. അത് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ഉപദേശിക്കുകയും നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വഴി നമ്മളിൽ നിന്ന് ഉളവാകുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ ഏറെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നാം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചില നിയമങ്ങളുടെ കീഴിലേക്ക്, ഒരുപക്ഷെ ചില സഭകൾ വെക്കുന്നതായിട്ടുള്ള നിയമങ്ങളോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബം വെക്കുന്നതായിട്ടുള്ള നിയമങ്ങളോ, അല്ലെങ്കിൽ നാം തന്നെ വെക്കുന്നതായിട്ടുള്ള ചില നിയമങ്ങളുടെ കീഴിലേക്ക് നാം പോയിട്ട് ആ നാം വെച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു നിലവാരമാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കുന്ന രീതിയിലുള്ള ജീവിതം, അത് യഥാർത്ഥത്തിൽ ഒരു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ജീവിതം പോലെ തന്നെയാണ്. ഒരുപക്ഷെ ന്യായപ്രമാണത്തിന്റെ യാഗങ്ങളോ ഉത്സവങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. അതല്ലാത്തതായ അത് ചെയ്യരുത്, പിടിക്കരുത്, തുടരുത്, രുചിക്കരുത്, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായുള്ള എല്ലാ കൽപ്പനകളും നമ്മളുടെ ഉള്ളിൽ നിന്ന് അനുസരണമായിട്ട് വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നിയമം ഉള്ളത് കൊണ്ടല്ല നാം അനുസരിക്കുന്നത്, ആ നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടല്ല നാം അനുസരിക്കുന്നത്, മറിച്ച് ദൈവാത്മാവ് നമ്മളിൽ വരുത്തുന്നതായിട്ടുള്ള രൂപാന്തരത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ നിന്നും ഉളവാകുന്നതായിട്ടുള്ള അനുസരണമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാം വീണ്ടും ന്യായപ്രമാണത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു പ്രമാണത്തിന്റെ കീഴിലേക്ക് മാറിപ്പോയിട്ട് ദൈവ കൃപയിൽ നിന്ന് നാം വീണു പോകുവാനും ക്രിസ്തുവിനോട് വേർപെട്ടു പോകുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ എന്ന് പറഞ്ഞതിന് ശേഷം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ അടുത്ത വാക്യം പറയുന്നത്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നാണ്. അപ്പോൾ കൊള്ളരുതാത്തവരാണ് എങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് അതിൽ നിന്നും സമർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കൊള്ളരുതാത്തവരാണ് എങ്കിൽ ക്രിസ്തു നമ്മളിലില്ല. അപ്പോൾ ക്രിസ്തുവേശുവിൽ നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശു നമ്മളിലില്ല എങ്കിൽ ആ ഒരു അനുഗ്രഹത്തിനും നമുക്ക് പാത്രമാകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ആകയാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നാം ഒന്ന് പഠിച്ചു. അത് നാം ആ ഇംഗ്ലീഷ് ബൈബിളിന്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അത് ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാള് ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവർ ക്രിസ്തുവേശുവിലുള്ളവർ എന്ന് അവരെ കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയില്ല. അവർക്ക് ക്രിസ്തുവേശുവിലൂടെയുള്ള യാതൊരു വക ആത്മീക അനുഗ്രഹങ്ങൾക്കും അങ്ങനെ ഒരു യോഗ്യതയും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരിക്കൽ അർപ്പിച്ചതായിട്ടുള്ള വിശ്വാസം, നാം ഒരിക്കൽ സ്വീകരിച്ചതായിട്ടുള്ള വിശ്വാസം, അത് ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കുകയും നമ്മുടെ ജീവിതാന്ത്യം വരെ അതിൽ നിലനിന്ന് ഈ ആത്മീക അനുഗ്രഹത്തിന്റെ പാത്രമായിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു ആണ് നമുക്കെല്ലാം ആയിത്തീരുന്നത്. ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം നമുക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മെ പിതാവ് കാണുന്നത് ക്രിസ്തുവിലാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ ദൈവത്തിന്റെ മകനാണ്, അല്ലെങ്കിൽ ഇനി എനിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നൊക്കെയുള്ള പല അവകാശവാദങ്ങളും ആളുകള് ഉന്നയിക്കാറുണ്ട്. അത് ഒരളവോളം അത് ശരിയുമാണ്. പക്ഷെ അത് എപ്പോഴാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിതാവായ ദൈവം ക്രിസ്തുവേശുവിലൂടെ നമ്മെ കാണുമ്പോൾ മാത്രമാണ് അത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പിതാവിന്റെ അടുക്കിലേക്കുള്ള നമ്മളുടെ പ്രവേശനം എന്ന് പറയുന്നതും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളത് കർത്താവാണ് എന്ന് പറഞ്ഞിരിക്കുന്നതും
അതുപോലെ തന്നെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് ഒരു പുതിയ ജീവനുള്ള വഴി പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പരിശോധിക്കുകയും നാം ഏറെ കാര്യങ്ങളിൽ ഒരുപക്ഷെ യഥാസ്ഥാനപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അനേക വിശ്വാസികളെയും ഇന്ന് നോക്കിയിട്ട് അവർ ക്രിസ്തുയേശുവിൽ ഉള്ളവരാണ് എന്നോ അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് എന്നോ പറയുവാനായിട്ട് കഴിയാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയോ ക്രിസ്തുയേശുവിലായിരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടുളവാകേണ്ടതായിട്ടുള്ള സംസാരങ്ങളോ ചിന്താഗതികളോ കാഴ്ചപ്പാടുകളോ പ്രവർത്തനങ്ങളോ ഒന്നും അല്ല ഇന്ന് ദൈവമക്കളെന്നോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെന്നോ ഒക്കെ പറയുന്നതായിട്ടുള്ള അനേകം ആളുകളുടെയും ജീവിതത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് നാം കാണുന്നു. അത് വളരെ സങ്കടകരവും ഒരുപക്ഷെ അത് വലിയ ഒരു കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വലിയൊരു ഷോക്കായിട്ട് അനേകർക്ക് തീരുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വളരെ പ്രിയപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ച് അനേക ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തിരിക്കുന്നതായ ആളുകൾ അവരെ ന്യായവിസ്താരത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ അവരോട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തലത്തിലാണ് എന്ന് വചനത്തിലെ പല ഭാഗങ്ങളെയും ഉദ്ധരിച്ച് നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തിന് ഒരു സ്തുതി, പിതാവിന് ഒരു സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുന്നത്. വീണ്ടും 4-ാമത്തെ വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഇത് ഒരു വലിയ നീളമുള്ള ഒരു വാചകമാണ്. അതിനെ മുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ആദ്യ ഭാഗം, ഈ 4-ാമത്തെ വാക്യം നാം ഇന്ന് പരിശോധിക്കുന്നതാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ആളുകൾ പഠിപ്പിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീർന്നാൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് കർത്താവിന്റെ വരവെങ്കൽ പ്രവേശനമുള്ളൂ എന്നുള്ള നിലയിലാണ്. അതിനെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പ്രസംഗിച്ചതായിട്ട് കേട്ടു, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ 99.99% കറക്റ്റും ഒരു ചെറിയ ശതമാനം മാത്രം തെറ്റുകാരനുമായാൽ പോലും അദ്ദേഹത്തിന് ദൈവരാജ്യത്തിൽ കിടക്കുവാനായിട്ട് അല്ലെങ്കിൽ നിത്യതയിലേക്ക് കിടക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അത് വളരെ വഞ്ചനാപരമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ്. അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരാൾക്ക് ആയിത്തീരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാപങ്ങളെ 2 ഗണത്തിൽ തിരിച്ച് ഗൗരവമായിട്ടുള്ള പാപമെന്നും പിന്നെ അത്ര ഗൗരവമല്ലാത്ത പാപമെന്നും തിരിച്ച്, ഗൗരവമല്ലാത്ത പാപങ്ങൾ ചെയ്തതായിട്ടുള്ള ആളുകൾക്ക് ഒരു ശുദ്ധീകരണ സ്ഥലവും അത് പിന്നെ മരിച്ചതിന് ശേഷമുള്ള വിവിധ ശുശ്രൂഷകളാലും പ്രാർത്ഥനകളാലും അവർക്ക് അവിടെ നിന്നൊരു പ്രൊമോഷൻ കിട്ടി സ്വർഗത്തിലേക്ക് പോകുമെന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭകളുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ദൈവവചനത്തിന്റെ സത്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. പരിപൂർണത എത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നാം ഈ ലോകത്തിൽ ഒരു പാപരഹിത അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ ദൈവം നമ്മെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ആളുകളെ വളരെ നിരാശയിലും ഒക്കെ തളച്ചിടുകയും അവരെ ഒരു പ്രയോജനവുമില്ലാത്തവരാക്കി തീർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ബൈബിൾ വിരുദ്ധമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കുക എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന്. അപ്പോൾ നിത്യതയിൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും അതുപോലെ തന്നെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടവരുമായിരിക്കണം. നിത്യതയിൽ പ്രവേശിക്കുന്ന എല്ലാ ആളുകളും അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അതല്ലാതെ അവിടെ കുറവുകളുള്ള ആളുകൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. ആ ഒരു അർത്ഥത്തിൽ അത് ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. കുറവുകളുള്ള ഒരാളും നിത്യതയിൽ ഉണ്ടാകുകയില്ല. അവിടെ എല്ലാവരും പുത്രനുടെ സാദൃശ്യത്തോട്
അനുരൂപപ്പെട്ടവരും വിശുദ്ധരും നിഷ്കളങ്കരും ഒക്കെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യമായിട്ടല്ല, മറിച്ച് അത് നാം കർത്താവിന്റെ വഴിയെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, ആ പ്രത്യാശയിലേക്ക് നോക്കി നാം യാത്ര ചെയ്യുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ മരണത്തെങ്കൽ അതല്ലെങ്കിൽ നമ്മുടെ ഉയർപ്പിങ്കൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ദൈവം നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നാം ഒരിക്കൽ പഠിക്കുകയുണ്ടായി. ഇതൊരു പ്രഖ്യാപനമാണ് ദൈവം ചെയ്യുന്നത്. പക്ഷെ ആ പ്രഖ്യാപനത്തിന് ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രഖ്യാപനവുമല്ല. നമുക്കറിയാമല്ലോ, നാം രക്ഷിക്കപ്പെടുമ്പോൾ, അതായത് നാം വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമ്മെ നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അതുവരെയുള്ള നമ്മുടെ എല്ലാ അനീതികളും പാപങ്ങളും പാപസ്വഭാവങ്ങളും, ഒരുപക്ഷെ നമ്മുടെ ജഡത്തിൽ പാപ സ്വഭാവം അപ്പോഴും ഉണ്ട് എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ വിശുദ്ധരായിട്ട്, നീതിമാന്മാരായിട്ട്, ദൈവവുമായിട്ട് യാതൊരു ശത്രുതയില്ലാത്ത, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച ആളുകളായിട്ട് ദൈവം ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം ഈ ലോകത്തിൽ ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിച്ച് വിശ്വാസത്തിൽ നിലനിന്ന് പ്രത്യാശയിലേക്ക് നോക്കി നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം ഒരു പരിപൂർണത എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അത് അസാധ്യമാണ്. എന്നാൽ ആ കർത്താവിന്റെ പിന്നാലെയുള്ള നമ്മുടെ യാത്രയിൽ വീണുപോയാൽ എഴുന്നേറ്റും അങ്ങനെ ആത്മനിയന്ത്രണത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ അങ്ങനെ ജീവിച്ചതായിട്ടുള്ള ആളുകളെല്ലാം വിശുദ്ധരായിട്ട് നിഷ്കളങ്കരായിട്ട് പ്രഖ്യാപിക്കുകയും പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നാം യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകൊണ്ട് അനുരൂപപ്പെടുകയല്ല. ഒരുപക്ഷെ നാം ആ വചനമൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ ചിന്തയിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒക്കെ ചിന്തിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം നമ്മുടെ കഴിവുകൊണ്ട് അനുരൂപപ്പെടുകയല്ല, മറിച്ച് ദൈവം അനുരൂപരാക്കുകയാണ് ചെയ്യുന്നത്. അവൻ പ്രത്യക്ഷനാവുമ്പോൾ താൻ ആയിരിക്കുന്നത് പോലെ നാം ആകുമെന്നും അവന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുമെന്നും അവനോട് സദൃശന്മാരായി തീരുമെന്നും ഒക്കെ പറയുന്നത് അവന്റെ പ്രത്യക്ഷതയെങ്കിലാണ്. അതല്ലാതെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആയിത്തീരുന്നതായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ ലോകത്തിൽ ഈ കർത്താവിന്റെ പിന്നാലെയുള്ള നമ്മുടെ യാത്രയിൽ രൂപാന്തരം എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളിൽ യാതൊരു രൂപാന്തരവും നടക്കുന്നില്ല എന്ന് വന്നാൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കുകയോ വളരുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതുപോലെ തന്നെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളിൽ ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിലായിരിക്കുന്നുള്ളൂ, ആ ക്രിസ്തുവിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ യാതൊരു രൂപാന്തരവും നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വന്നാൽ, അങ്ങനെ ഒരു ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ നാം ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് നാം ക്രിസ്തുവേശുവിൽ വസിക്കുന്നുണ്ടോ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നാം വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നടന്നതുപോലെ നാം ആദ്യമൊക്കെ പിച്ച വെച്ച് നടക്കും, പിന്നെ ഒരല്പം നേരെ നടക്കും, പിന്നെ സ്പീഡിൽ നടക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ നാം ഓടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ നമ്മളിലേക്കും പകരപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അനേക വർഷങ്ങൾ ക്രിസ്തീയ ജീവിതം നയിച്ചിട്ടും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ യാതൊരു വക രൂപാന്തരങ്ങളും ഇല്ല. 5 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. 10 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. 50 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമാണ് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം നാം കർത്താവായ യേശുക്രിസ്തുവിൽ ഒരിക്കൽ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നു. എന്നാൽ നാം അവനിൽ വസിക്കുകയോ അവന്റെ വഴിയെ നടക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ആളുകളെ അവരൊരു പക്ഷേ ജഡപ്രകാരം ജീവിച്ചു, അല്ലെങ്കിൽ അവരറിയാതെ തന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു ജീവിതം ജീവിച്ചു എന്നുള്ളതല്ലാതെ
അവർ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയുവാനായിട്ട് കഴിയുന്നതല്ല. ക്രിസ്തുയേശുവിൽ വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ശിക്ഷാവിധി ഇല്ലാത്തതുള്ളൂ. പിതാവ് നമ്മെ കാണുന്നത് ക്രിസ്തുയേശുവിലൂടെ മാത്രമാണ്. അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് പിതാവിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുകയാണ് എങ്കിൽ, അവനിൽ ഇരിക്കുകയാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എല്ലാ പൂർണ്ണതകളും നമുക്കും സ്വാഭാവികമായിട്ട് ദൈവം കണക്കാക്കുമെന്നുള്ള നിലയിലാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്നാണ് നാം കാണുന്നത്. അപ്പോൾ എന്നാണ് നമ്മെ തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നാം പഠിച്ചപ്പോൾ പഠിച്ചതായിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്നുകൂടി നോക്കണം. തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അങ്ങനെ ദൈവം കുറച്ചുപേരെയൊക്കെ റാൻഡമായിട്ട് അല്ലെങ്കിൽ തോന്നിയതുപോലെ ചിലരെ ഇങ്ങോട്ട് സ്വീകരിക്കുക, ചിലരെ തള്ളിക്കളയുക എന്നുള്ള നിലയിലല്ല എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വിവിധ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് കാണുകയുണ്ടായി. അത് മാത്രവുമല്ല, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ചേർന്നതായിട്ടുള്ള ഒരു കാര്യവുമല്ല എന്ന് നാം കണ്ടു. എന്നാൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് വിശ്വസിച്ചവരായിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുവാനായിട്ട് കഴിയുള്ളൂ. കാരണം നമ്മളുടെ എന്തെങ്കിലും യോഗ്യതകളൊന്നും അതിനെ കാരണമല്ല. നമ്മളുടെ ഒരു യോഗ്യതകളും കാരണമല്ല നമ്മുടെ വീണ്ടെടുപ്പിന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം നമുക്ക് യോഗ്യതകൾ ഉണ്ടാകണമെങ്കിൽ അത് നാം ജനിച്ച് ജീവിച്ച് നമ്മുടെ യോഗ്യതകളെ തെളിയിച്ചതിന് ശേഷം മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ യോഗ്യതകളല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിക്കും മുമ്പ്, ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് തന്റെ സർവജ്ഞാനത്തിലും, അതുപോലെ ദൈവം കാലത്തിന് അതീതനായി, ദൈവത്തിന് ഭാവി, ഭൂതം, വർത്തമാനം അങ്ങനെയുള്ള കാലത്തിന്റെ പരിമിതികളില്ല. ദൈവത്തിന് നിത്യതയുടെ ആരംഭവും നിത്യതയുടെ അവസാനം, നിത്യതയ്ക്ക് ആരംഭവും ഇല്ല അവസാനവും ഇല്ല എന്നുള്ളൊരു സത്യമാണ്. ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യത ദൈവത്തിന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നത് കൊണ്ട് നാം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും, നാം ഒക്കെ ജനിക്കുന്നതും, നാം ഒക്കെ വിശ്വസിക്കുന്നതും, നാം ഒക്കെ നിത്യതയിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ പോകാത്തതുമൊക്കെ ദൈവത്വത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ഇതിനെ നാം നമ്മുടെ കാലത്തിന്റെ പരിമിതികളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ വിശദീകരിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ നാം തെറ്റിപ്പോകും. അങ്ങനെയാണ് അനേകം ആളുകളും ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാലത്തിന്റെ പരിമിതിക്ക് അപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഇത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലേഖന പഠനം നാം ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം കർത്താവിന് യോഗ്യരായി ജീവിക്കുന്നതിനും നമ്മളെ പ്രാപ്തരാക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.